Namaskaram. Music is known to be the most sweetest thing ever created by God. സംഗീതത്തിന്റെ മാധുര്യം നിറഞ്ഞ് മറ്റൊരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ജോസ്കോ സൂപ്പർ സ്റ്റാറിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഫേവറേറ്റ് പാനൽ ഓഫ് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ശരത് സർ, വെൽക്കം ടു ദ ഷോ. അൽഫോൻസ് ഏട്ടാ, മഹതി മാം, വെൽക്കം ജഡ്ജസ്. സ്ട്രിങ്സ് ക്വിൻറ്ററ്റ് റൗണ്ടിൽ നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗ്രേറ്റ് മ്യൂസിഷ്യൻസ്, എ പാനൽ ഓഫ് ഗ്രേറ്റ് മ്യൂസിഷ്യൻസ് ഹാവ് കം അപ്പ് ഹിയർ വിത്ത് അസ്. ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ആദ്യമായി പെർഫോം ചെയ്യാൻ വരുന്നത് ഭാഗ്യരാജാണ്. നമുക്ക് ഭാഗ്യരാജിനെ വിളിക്കാം. ഹായ് വ്യൂവേഴ്സ്, ഞാൻ അടുത്തായി പാടാൻ പോകുന്നത് സ്ട്രിങ്സ് ക്വിൻറ്ററ്റ് റൗണ്ടിലാണ്. ജോൺസൺ മാഷിൻ്റെ നല്ലൊരു മെലഡി സോങ്ങാണ് ഞാൻ പാടുന്നത്. എല്ലാവരും സപ്പോർട്ട് വേണം, പ്രാർത്ഥനയും. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമയാ കുടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം ആനന്ദ നൃത്തമാർ
അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടത്തിൽ ഒതുക്കി. ജോസ്കോ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ജോൺസൺ മാസ്റ്റർ ഒരു സൂപ്പർ ഹിറ്റ് മെലഡിയാണ് ഇപ്പം ഭാഗ്യരാജ് പാടിയത്. എന്ത് തോന്നുന്നു ഈ റൗണ്ട്? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ത്രോട്ട് ഇത്തിരി പെയിൻ ആയിട്ടിരിക്കുക, അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, പറയാതെ വയ നമ്മുടെ സ്പ്ലെൻഡിഡ് ടീം ദേ റിക്വയർ എ വെരി ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാൻ കൂടുതൽ അറിയാനായിട്ട്. ശരത് സർ. ഭാഗ്യരാജ് സാറേ, നല്ല പാട്ട്, ഉഗ്രം പാട്ട്. ആരാണ് സംഗീത സംവിധായകൻ? ജോൺസൺ മാഷ്. ജോൺസൺ മാഷിന്റെ ഒരു ഉഗ്രം പാട്ടാണ്. ഒന്ന് നന്നായിട്ട് പാടി. പിന്നെ ഇവരെ പറ്റി പറഞ്ഞു എനിക്ക് തന്നെ ബോറടിച്ചു കേട്ടോ. നിങ്ങൾ ഉഗ്രമായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല സുഖമായിരുന്നു അത് കേൾക്കാൻ. താങ്ക് യു സർ. വെരി ഗുഡ്. അപ്പം അതിൽ അവർക്ക് പ്രത്യേകം എൻ്റെ നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മോനെ ഭാഗ്യരാജ്, നല്ലതാണ്. പേടിയാണല്ലേ ഭാഗ്യരാജിന് മൊത്തം? പേടി സാർ, ഭയങ്കര ത്രോട്ട് ഭയങ്കര പെയിൻ ആയിട്ടിരിക്കുക. പെയിൻ ആണോ സ്ട്രെയിൻ ആണോ? ഇപ്പോൾ പെയിൻ ഉണ്ട്. പെയിൻ ഉള്ളത് കൊണ്ടുള്ള സ്ട്രെയിൻ ആണ്. എനിക്ക് എന്താണ് തൊണ്ടയ്ക്ക്? ഭയങ്കര ഒരു ഭയങ്കര വേദന. അതാണ് പെയിൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ. അതെന്താണ് സംഭവം? എന്താണ്? എന്തെങ്കിലും സാർ കുറച്ച് പ്രാക്ടീസ് ചെയ്യായിരുന്നു. കൂടുതൽ ഒന്നും കൂടുതൽ ചെയ്യരുത്. കൂടുതൽ ചെയ്താൽ എല്ലാം കുഴപ്പമാണ്. അധികമായാൽ അമൃതും വിഷം എന്നാണ് കേട്ടോ. നോക്കിക്കോട്ടെ, നിങ്ങൾ നമ്മുടെ ശരീരത്തിനെ പറ്റി നമ്മളെങ്കിലും മനസ്സിലാക്കണം കേട്ടോ മോനെ. അപ്പോൾ അതുകൊണ്ട് അറിയാം, നമ്മൾ തൊണ്ട കൊണ്ട് അധികം ഇട്ട് കളിക്കരുത്. കാര്യം ഇത് കയറി എന്തെങ്കിലും ആയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. സൂക്ഷിക്കുക. നന്നായിട്ട് പാടി. അല്ലിയാമ്പൽ എങ്ങനെയാ പാടുന്നത്? അത് വേണ്ടെന്ന്. അല്ലിയാമ്പൽ മതി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന എല്ലാത്തിനും ഒരു കുടന്ന നില അങ്ങനെ ആക്കണ്ടെന്ന്. ചില പാട്ടുകൾ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാ അത്? ഒരു കുടന്ന നില, ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമ. അങ്ങോട്ട് വേണം ബെൻഡ്. നെറുകയിൽ കേട്ടോ. അത് കൃത്യമായിട്ട് ഈ പല്ലവിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ചരണത്തിൽ ഇതല്ല, വേറെയാണ്. ഇടയൻ്റെ എന്ന് മോന് ശ്രുതി ചേർന്നിട്ടില്ല. അത് സ്ട്രെയിൻ ഉള്ളതുകൊണ്ടായിരിക്കും ഭാഗ്യരാജ്. അത് ചേർക്കാൻ പറ്റുന്നില്ല. എന്ത് തോന്നി ഭാഗ്യരാജ് നമ്മുടെ അണ്ണാച്ചികളെ കണ്ടപ്പോൾ? അവരുടെ കൂടെ പാടിയപ്പോൾ എന്ത് തോന്നി? സാർ, ഫ്രാൻസാണ് എനിക്ക് അറിയാം, നേരത്തെ അറിയാം. അത് തെറ്റാണോ? തെറ്റായി പോയോ? ഫ്രാൻസിസിനെ എല്ലാവർക്കും അറിയാം. ഫ്രാൻസിസ് ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവരുടെ കൂടെ പാടാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യം. സത്യം. നല്ല മ്യൂസിഷ്യൻസിന്റെ കൂടെ പാടാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാര്യം ഇപ്പോൾ ഉള്ള സിംഗേഴ്സിന് എന്താ പറയുക, പണ്ട് എല്ലാവരും ചേർന്ന് വായിച്ച് പാടും. ഇതിപ്പോൾ ഓരോരുത്തരും ഒന്ന് അറ്റവും മുറിയൊക്കെ വായിച്ചിട്ട് പോയിട്ട് ഒരു മൊത്തത്തിൽ എനിക്ക് പി സുശീലാമ്മ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പണ്ടൊക്കെ പാടുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പടം മുഴുവൻ നമ്മുടെ പുറയിലുണ്ടെന്ന് തോന്നും. അത്ര ധൈര്യത്തിന് ഞങ്ങൾക്ക് പാടാൻ പറ്റുന്നുണ്ട്. കാര്യം അത്ര ഓർക്കസ്ട്രക്കാർ അപ്പം വായിക്കുകയാണ്. ഇപ്പോൾ ഇത് നാടോടുമ്പോൾ നടുവേ ഓടുന്നെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ നടുവേ അങ്ങ് ഓടുക എല്ലാവരും കിടന്ന്. അപ്പോൾ അതിനകത്ത് കാര്യമില്ല. പക്ഷേ ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്ത ഇൻസ്ട്രുമെൻറ്റ്, ഇപ്പോൾ വയലിനും ഫ്ലൂട്ടും വീണ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും പ്രോഗ്രാം ചെയ്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സത്യസന്ധമായിട്ട് എന്തെങ്കിലും നടക്കുന്നെങ്കിൽ അക്കോസ്റ്റിക് ലൈവ് ഇൻസ്ട്രുമെൻസിൽ മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകം ഇവർക്ക് എൻ്റെ വക പിന്നെയും ഒരു താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ഏട്ടാ, പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ? വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവശ്യ കലാകാരനായിട്ട് വന്നത് എങ്കിൽ പോലും കാര്യങ്ങൾ പാടി നന്നായിട്ട്. താങ്ക് യു സർ. കേട്ടോ. പിന്നെ
പ്രശ്നങ്ങളെ പറ്റി അങ്ങനെ രൂക്ഷമായിട്ട് ഇതായിട്ട് സംസാരിക്കുകയല്ല എങ്കിൽ പോലും ഒതുക്കി എന്നൊക്കെ പറഞ്ഞെടുത്ത് അത് ഒതുങ്ങിയും പോയി. പിന്നെ ഒഴുകി വന്നു വന്നപ്പോൾ അവിടെയും ഒഴുകിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഓർക്കസ്ട്രയുടെ കൂടെ പാടാനായിട്ട് ട്രൈ ചെയ്തു ഈ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും. എനിക്കറിയാം തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് നല്ലൊരു പരിശ്രമമാണ് നടത്തിയത് കേട്ടോ. താങ്ക് യു സർ. അപ്പോൾ എന്താണെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനി അടുത്ത പെർഫോമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് എങ്ങനെയെങ്കിലും ശരിയായിട്ട് വരണം. കാരണം ഈ ഒരു റൗണ്ട് ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡിസിഷനുകളിലേക്ക് പോകുന്ന ഒരു ഇതാണല്ലോ, ഘട്ടം വരാൻ പോകുന്നു. അപ്പോൾ നമ്മൾ അയ്യോ എനിക്കിങ്ങനെ അസുഖമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എനിവേ എന്തായാലും ഈ ഒരു പെർഫോമൻസ് ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അൽഫോൻസേട്ടോ. മഹതി മാം. ഭാഗ്യരാജ്, ആകെ കൂടി ഒരു യുനോ നൈസ് എക്സ്പീരിയൻസ് അല്ലേ? ഇങ്ങനെ ലൈവ് ഓർക്കസ്ട്രന്റെ കൂടെ ഇങ്ങനെ സ്ട്രിങ്സിന്റെ കൂടെ ഇങ്ങനെ പാടുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. ഭാഗ്യരാജിന് അത് ഫീൽ ചെയ്യാൻ പറ്റിയോ? അല്ല മൊത്തം ടെൻഷനായിരുന്നു? ടെൻഷൻ കൊണ്ട് ഫീൽ ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആവാൻ പറ്റണം. സെയിം തിങ്. അത് തന്നെയാണ്, ആ ഇൻവോൾവ്മെന്റ് കുറഞ്ഞ കാരണം ഭാഗ്യരാജിന്റെ ഒരു എന്താ പറയാ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പെർഫോമൻസ് കേൾക്കാൻ പറ്റിയില്ല. ഭാഗ്യരാജിന് അറിയാം യുനോ ദോസ് പിച്ചിങ് പ്രോബ്ലംസ് കുറെ ഉണ്ടായിരുന്നു. പല്ലവി ശരി, എല്ലാവർക്കും നമ്മൾ ഫസ്റ്റ് പല്ലവി നമ്മൾ ക്ഷമിച്ചു വിടും, ആസ് ഇൻ കുറച്ച് സെറ്റിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ അൺസെറ്റിൽമെന്റ് എല്ലാ പാട്ട് തീരണ വരെ ഉണ്ടായിരുന്നു. ബട്ട് അതിലും ചില പോർഷൻസ് നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, എസ്പെഷ്യലി ചരണം എൻഡിങ് ആൻഡ് ഓൾ വാസ് നൈസ്. മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ ഭാഗ്യരാജ് അത് ട്രൈ ചെയ്യുന്നുണ്ട്. യു ട്രൈങ് ടു ഗെയിൻ കൺട്രോൾ. ഇങ്ങനെ ഒതുക്കി പാടുമ്പോഴും കൺട്രോളിൽ വെച്ച് തന്നെ പാടാൻ ശ്രമിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ എനി ഹൗ ഭാഗ്യരാജിനെ അറിയാം ഇറ്റ്സ് നോട്ട് എ വെരി ഗ്രേറ്റ് പെർഫോമൻസ്. അത്ര മോശമൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് വാസ് ജസ്റ്റ് ഓക്കെ. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ജഡ്ജസ്. ഇപ്പോൾ നമുക്ക് ഡയറക്ട്ലി മാർക്സിലേക്ക് പോവാം അല്ലേ? ശരത് സർ, ഭാഗ്യരാജിന്റെ ഈ പെർഫോമൻസിന് എത്ര മാർക്സ് ആണ് കൊടുക്കുന്നത്? ഭാഗ്യരാജ് സർ പറയൂ, എത്ര ആയിരിക്കും? ഞാൻ എങ്ങനെ പറയൂ സാർ? വാഗുണ്ട് പറയൂ. 90. 90യോ? 90? 19. അത്രയ്ക്ക് കഷ്ടമല്ല മോനെ. 20 മാർക്സ്. താങ്ക് യു സർ. 20 on 25 by ശരത് സർ. അൽഫോൻസേട്ടോ. ഭാഗ്യരാജിന് ഞാൻ 20 തന്നെയാണ് വിചാരിച്ച്, പിന്നെ ഒരു പ്രോത്സാഹനമായിട്ട് 20.5. 20.5. മഹതി മാം. 19.5. 19.5. അപ്പോൾ ടോട്ടൽ 60 on 75. കുഴപ്പമില്ല, നമുക്ക് ഇനിയും റൗണ്ട്സ് ഉണ്ട്. വയ്യാത്തതുകൊണ്ടാണ് എന്തായാലും ജഡ്ജസിനും പ്രേക്ഷകർക്കും ഒക്കെ മനസ്സിലായി. കുഴപ്പമില്ല, വി കൻ ഡു ബെറ്റർ. സോ ഓൾ ദി ബെസ്റ്റ്. ഇനി നന്നായിട്ട് ഹെൽത്തും കൂടി നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഭാഗ്യരാജിന്റെ മെലോഡി പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കാത്തിരിപ്പിന് ശേഷം സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ സ്ട്രിങ്സ് ക്വിന്ററ്റ് റൗണ്ടിൽ ഇനി 2 പെർഫോമൻസസ് മാത്രമാണ് ബാക്കിയുള്ളത്. സോ ഇന്ന് ആദ്യമായി ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത് നോക്കാം. മറ്റാരുമല്ല, നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ദിൽരാജ്. ലെറ്റ്സ് വെൽക്കം ദിൽരാജ് ഓൺ ടു ദ സ്റ്റേജ്. ഹായ് വ്യൂവേഴ്സ്, എൻ്റെ മുന്നത്തെ റൗണ്ടിലെ എല്ലാ പെർഫോമൻസസും നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി പാടാൻ പോകുന്നത് സ്ട്രിങ്സ് ക്വിന്റഡ് റൗണ്ടിലാണ്. 3 വയലിനും 2 വിയോലയും ഒരു ചെല്ലും ഉള്ളൊരു പുതിയ സ്ട്രിങ്സ് എൻസെമ്പിളിൽ ഞാൻ ആദ്യമായിട്ടാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്, പക്ഷേ ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പാടാൻ പോകുന്ന പാട്ട് മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്ന ഫിലിമിലെ മെയ് മാസമേ എന്ന പാട്ടാണ്. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. മെയ് മാസമേ നിന്നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ, ഈറൻമുകിൽ നിന്നിത്തൊടും താളങ്ങളോർമ്മിക്കയാലോ, പ്രണയാരുണം
തരുശാഖയിൽ ജ്വലനാഭമാ ജീവോന്മദം മാസമേ നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ വേനലിൻ മഴവിലാർദ്രമായി ഒഴുകുമി പാതിര മഴവിരലോലമായി ഇരയുടെ ഓർമ്മയിൽ തടവുമി നോവേഴും വരികളുമായി മണ്ണിൻ്റെ ഗന്ധം കൂടിക്കലർന്നു ദാഹങ്ങളായി നിൻ നെഞ്ചോട് ചേർന്നു ആപാദമരുണാഭമായി മെയ് മാസമേ നിൻ നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ മൂകമായി വഴികളിലാരെയോ തിരയുമി കാറ്റിലെ മലമണമായി സാന്ദ്രമാം ഇരുളിൽ ലേഖയായി മറയുമി സന്ധ്യ തൻ തൊടുകുറിയായി ഏതോ വിഷാദം നിന്നിൽ നിറഞ്ഞു ഏകാന്തമാം നിൻ മൗനം കവിഞ്ഞു ആപാദമരുണാഭമായി മെയ് മാസമേ നിൻ നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ ഈരൻമുകിൽ നിന്നിത്തൊടും താളങ്ങളോർമ്മിക്കയാലോ പ്രണയാരുണം തരുശാഖയിൽ ജ്വലനാഭമായി ജീവോന്മദം മെയ് മാസമേ നിൻ നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ ദിൽരാജ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് തോന്നി ഈ വെറൈറ്റി റൗണ്ടില്? ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുന്നേ ഇതുവരെ ഇങ്ങനൊരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഇത്രയും ടാലൻറ്റഡ് മ്യൂസീഷ്യൻസിനൊപ്പം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അമൃത ടിവിയോട് പ്രത്യേകിച്ച്. ഇത് ഏത് സിനിമയിലെ പാട്ടാണിത്? ഇത് മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്നൊരു മൂവിയിലെ. ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം അവരുടെ കമന്റ്സ്. ശരത് സർ. ദിൽരാജ് സർ, നല്ല സുഖമുള്ള ഒരു പാട്ടാണ്. രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ ബാക്കിങ് സൂപ്പറായിരുന്നു. നല്ല സുഖമുണ്ടായിരുന്നു മൊത്തത്തിൽ കേൾക്കാൻ. താങ്ക് യു. എന്താണ് ഈ അത് കഴിഞ്ഞ് എന്താണ് ലൈൻ? എന്താണ്? പ്രണയാരുണം തരുശാഖയിൽ. തരുശാഖയിൽ അതെന്താണ്? ഷായും തറു എല്ലാം കൂടെ കയറി തറുശാഖ എന്നാ കേൾക്കുന്നത്. എന്താണ് യഥാർത്ഥമായിട്ടത്? തരുശാഖയിൽ. കൃത്യമായിട്ട് പറയണം, തരുശാഖയിൽ കേട്ടോ. എന്താണ് ചരണത്തിലെ കുഴപ്പം?
ദാരിരി തത്തക്കത്തിക്ക് താരര പണ്ടത്തി. അത് എന്ത് 5 ബാക്കി 4 പാടണമെങ്കിൽ 1 തള്ളി അങ്ങ് പാടിയാൽ പോരെ. മോൻ അവിടെ കിടന്ന് വണ്ടി പഴയ പന്നാസ് വണ്ടി തള്ളുന്നതുകൊണ്ട് തള്ളോട് തള്ളു തന്നെ. അതിന് ആളോട് പറയും മൊത്തം തള്ളാന്ന് കേട്ടോ. ഇതുപോലെ തന്നെ അടുത്തതും സെയിം താളത്തിനായിരുന്നു ഒരു കൺഫ്യൂഷൻ. കാര്യം അത് നല്ല സുഖമായിട്ട് വന്നെങ്കിലേ അതിനൊരു സുഖമുള്ളൂ അല്ലേ. അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ മൊത്തം അതിൻ്റെ ആ ബ്യൂട്ടി അങ്ങ് പോകും. അപ്പം അത് കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് കേട്ടോ. അത് മോന് പറഞ്ഞ മനസ്സിലായോ? ഇത് എത്ര തക്കിട്ടെന്ന് പോവാണ്. താരിരി തക്കത്തിമ്മി താരന, അത് സമമാണ്. തക്കത്തിമ്മി എന്നുള്ളത് സമമാണ്, ഒരെണ്ണം തള്ളണം. വണ്ടക്ക കൊക്കു താരിരി കക്കം കക്കി, അത് പാടിയാ പോരെ. ഒന്ന് തള്ളണം. കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോ മൊത്തം കുളമാണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കാം. ഇത് കഴിഞ്ഞിട്ടോ, കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടോ കുഴപ്പമില്ല മോനെ. ഇത് നിങ്ങൾക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ. കുറേ കൂടെ ഇത് ഈ ഏരിയ ഒക്കെ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ഏട്ടോ, ഈ ഒരു പാട്ട് എൻ്റെ ഒരു സുഹൃത്തും കൂടിയായ ശ്രീവത്സൻ ജെ മേനോൻ സംഗീതം കൊടുത്തതാണ്. ഒരു മ്യൂസിക്കലിയും അതുപോലെ തന്നെ കുറച്ച് ടെക്നിക്കലിയും റിതമിക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലേ 5/8 റിതത്തിൽ വരുന്നൊരു സോങ്ങാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് സോങ് ആണ് ആക്ച്വലി. അത് ആ ഒരു മൈൻഡോട് കൂടെ ഇതിനെ എടുക്കുകയും അതൊരു ചാലഞ്ചിങ് ആയിട്ട് എടുത്ത് ചെയ്യുവാണെങ്കിൽ വളരെ രസമായിട്ടുള്ളൊരു സോങ് ആണ്. ദിൽരാജ് അങ്ങനൊരു എക്സ്പെരിമെന്റിനുള്ളൊരു പരിശ്രമം ചെയ്ത് നന്നായി. പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ശരതേട്ടൻ പറഞ്ഞ പോലെ അതിന്റെ കൃത്യത വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി അതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേനെ. അപ്പൊ അതിന്റെ ഒരു പരിശ്രമം ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഡിഫറെന്റ് താളത്തിലുള്ളത് എടുക്കുമ്പോൾ ആ താളത്തിലുള്ള കുറെ എക്സസൈസുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് പ്രാക്ടീസ് കിട്ടണം നമുക്ക് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അപ്പൊ പാടിയതിനകത്ത് നമ്മളിവിടെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈ ആ ഭാഗം ചരണം 2 ചരണം പാടുന്ന സമയത്ത് നമ്മളിവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഇതെങ്ങനെയാ കറക്റ്റായിട്ട് വരുമോ, തിരിച്ചു വരുമോ, കറങ്ങി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം അത് കാണുന്ന ആളുകൾക്ക് ഓഡിയൻസിന് ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു രീതിയിൽ വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്തായാലും ഈ ഒരു സോങ് ഒരു എടുക്കാനായിട്ടുള്ളൊരു ചലഞ്ച് എടുക്കാൻ ധൈര്യം കാണിച്ചതിന് ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിന് ശേഷമുള്ള അതിൻ്റെ ബാക്കി പരിശ്രമങ്ങളും കൂടെ കുറച്ചും കൂടി നമ്മൾ കൊണ്ടുവരേണ്ടതായിരുന്നു. എന്തായാലും എല്ലാവരെയും സ്പെഷ്യലായിട്ട് അഭിനന്ദിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു അൽഫോൻസ് ഏട്ടാ. അടുത്തതായി മഹതി മാം. ദിൽരാജ് നന്നായിട്ടുണ്ടായിരുന്നു. ദിൽരാജ്, താങ്ക് യു മാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ശരത് സാറും ഞാനും അൽഫോൻസ് ചേട്ടനും എല്ലാവരും പറഞ്ഞു ദിൽരാജിന് ഹയർ നോട്ട്സ് പാടുമ്പോൾ ഭയങ്കര നേസാലിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു മുമ്പ്. അത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയി. ഓക്കെ, വെരി നൈസ്, യു വർക്ക്ഡ് ഓൺ ഇറ്റ്. ഞങ്ങളിവിടെ ടെൻഷനായി. ദിൽരാജ് ഫസ്റ്റ് ചരണം കഴിഞ്ഞപ്പോൾ അയ്യോ എൻ്റെ അമ്മയെ സെക്കൻഡ് ചരണം വരാറായല്ലോ എന്ന് പറഞ്ഞ. ഇൻഫാക്ട് അവർ ക്രോസ് ഋതമൊന്നും വായിച്ചില്ല, നേരെ 5/8 തന്നെയാണ് ഓൺ ബീറ്റ് തന്നെ വായിച്ചത്. ഇറ്റ്സ് സോ ഈസി ടു ടേക്ക്, അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി സോങ്, റൈറ്റ്? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതർവൈസ് നൈസ് ഫീൽ ത്രൂ ഔട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ സപ്പോർട്ട് ഫ്രം യുവർ മ്യൂസീഷ്യൻസ്. ഓക്കെ, താങ്ക് യു മാം. നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞു. നമുക്ക് മാർക്സിലേക്ക് പോകാം. ശരത് സർ, 25. മോന് ഞാൻ പറഞ്ഞപ്പോ ഈ ഒരു താളത്തിന്റെ കാര്യം മനസ്സിലായോ? മനസ്സിലായി സർ, കൃത്യമായിട്ട്. മോന് ഇത് സിമ്പിളായിട്ട് എന്താ പറയേണ്ട ഒരു വഴിയുണ്ട്. ഇത് നീ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനത് ഇപ്പൊ തക്ക തക്കിട്ട തക്ക തക്കിട്ട അല്ല പോന്ന തക്ക 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 എന്ന് താം ദും 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 ബം 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 തക്ക തക്കിട്ടാണ് അല്ലേ? തക്ക 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 തിക്കി 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 തീത തമ്പം പമ്പം താരരി തിത്തൻ തിത്ത ജും തൻ തം ജും ജും. അപ്പം 4 and 5 പാടാം. അങ്ങനെ പാടിയാലും മതി, പ്രാക്ടീസ് ചെയ്യാം, ശരിയാക്കാം. അപ്പോ ഇപ്പം കുറേ കൂടെ മനസ്സിലായല്ലേ? കൃത്യമായി നേരത്തെ മനസ്സിലായി.
പക്കായിരുന്നു സർ ഇത്. അല്ല കാര്യം നമുക്ക് ഉറക്കം വരുമ്പോഴല്ലേ പോവും. എന്തൊക്കെയായാലും മോനെ ദിൽരാജെ, ഇപ്രാവശ്യം ഞാൻ 20 മാർക്സ്. 20 on 25. താങ്ക് യു സർ. അൽഫോൺസ് ഏട്ടോ. ദിൽരാജ് സർ, ദിൽരാജിന്റെ ആ എഫേർട്ടും അതിനുവേണ്ടി ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഇതിനെ മാനിച്ചുകൊണ്ട് 20.5. 20.5 on 25. മഹതി മാം. ദിൽരാജ് 20 മാർക്സ്. 20 on 25. അപ്പോൾ ടോട്ടൽ 60.5 ഔട്ട് ഓഫ് 75. എങ്ങനെ തോന്നുന്നു? അത്ര പോരാന്ന് തോന്നുന്നു, കുറച്ചും കൂടി വർക്ക് ചെയ്യാനുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത 2 റൗണ്ട്സ് ഉണ്ട്. നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ട് ദിൽരാജ് പാടണം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സ്ട്രിങ്സ് ക്വിൻറ്റഡ് റൗണ്ടിലെ അവസാന പെർഫോമൻസ് ആണ് അടുത്തതായി വരാൻ പോകുന്നത്. പക്ഷെ അതിനായി ചെറിയൊരു കാത്തിരിപ്പിന്റെ ആവശ്യമാണ്. സ്റ്റേ ട്യൂൺഡ്. വെൽക്കം ബാക്ക് ടു ജോസ്കോ സൂപ്പർ സ്റ്റാർ. നമ്മുടെ സ്ട്രിങ്സ് ക്വിൻറ്റഡ് റൗണ്ടിലെ അവസാനത്തെ പെർഫോമർ ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് കഴിഞ്ഞു. അവസാനമായി പാടാൻ വരുന്നത് ശ്രീരേഖയാണ്. സോ നമുക്ക് ശ്രീരേഖയെ വെൽക്കം ചെയ്യാം. കം ഓൺ ടു ദ സ്റ്റേജ്. ഹായ് യുവർ. എൻ്റെ കഴിഞ്ഞ സ്റ്റേജസുകളിലെ ജഡ്ജസ് കുറച്ച് പോരായ്മകളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ നികത്തി ഞാൻ അടുത്ത റൗണ്ടിലേക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സ്ട്രിങ്സ് ക്വിൻറ്റഡ് റൗണ്ടിലാണ് ഞാനിനി പെർഫോം ചെയ്യാൻ പോകുന്നത്. അൽഫോൺസ് സാറിൻ്റെ തന്നെ വിട പറയുകയാണോ എന്ന സോങ്ങാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നല്ലതുപോലെ പാടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. പോലെ
ശ്രീരേഖ, ചേച്ചി സ്ട്രിങ്സ് ക്വിന്ററ്റ് റൗണ്ടിലെ ഫൈനൽ പെർഫോമൻസ് ആയിരുന്നു മോളുടേത്. നമ്മുടെ മ്യൂസിഷ്യൻസ് ദേ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. മോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. കോറസ് ടീമും അതുപോലെ തന്നെ മോളെ സപ്പോർട്ട് ചെയ്തു. ഈ പാട്ടിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ അൽഫോൻസ് ചേട്ടൻ തന്നെയാണ് ഈ പാട്ടിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. മോൾക്ക് എന്താ തോന്നിയത് ദി ഹോൾ പെർഫോമൻസിനെ പറ്റി? കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് കമന്റ്സിലേക്ക് കടക്കാം. ശരത് സർ. ശ്രീരേഖ നന്നായിട്ട് പാടി. താങ്ക് യു സർ. നമ്മളെന്താ ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ എന്താ പറയണ്ട, ഒരു കുറേ കൂടെ ഉള്ളിലേക്ക് ഇറങ്ങി മുങ്ങിത്തപ്പണ്ട ഒരു സമയമല്ല ഇത് എന്നെനിക്ക് തോന്നുന്നു. കാര്യം മോള് ചെറുതല്ലേ അല്ലേ? അപ്പോൾ ഇത് എന്താ പറയണ്ടത്, ഇതിൻ്റെ ഒരു സൃഷ്ടികർത്ത ബ്രഹ്മാവ് എന്ന് പറയുന്ന ആൾ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. നമുക്ക് ബ്രഹ്മാവിനെ കൊണ്ട് തന്നെ ഇത് പറയിക്കാം. അപ്പോൾ മോളെ എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറേയും കൂടെ എന്താ പറയണ്ടേ, പറയുന്ന തെറ്റാണെങ്കിലും കുറേയും കൂടെ അതിൻ്റെ കുറച്ചും കൂടെ അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് കുറച്ചും കൂടെ പ്രത്യേകം പല്ലവിയൊക്കെ പാടുമ്പോഴും കുറച്ചും കൂടെ ഫീൽ ചെയ്ത് പാടാൻ തോന്നി എനിക്ക് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, മറ്റേ കുഴപ്പമൊന്നുമില്ല. ഇത് മോള് പാടി എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഇനി നമ്മുടെ മെയിൻ ജഡ്ജാണ് ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന്റെ മെയിൻ ജഡ്ജ് എന്തായാലും അൽഫോൻസ് ചേട്ടൻ തന്നെയാണ്. അൽഫോൻസ് ചേട്ടാ പറയൂ. ശ്രീരേഖ പരിശ്രമിച്ചിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ നമ്മളുടേതായ ലിമിറ്റേഷൻസിൽ വെച്ചിട്ട് നമുക്ക് മാക്സിമം ട്രൈ ചെയ്തു. എങ്കിലും ഇത് കുറച്ച് ബേസ് റേഞ്ചിലുള്ള പാട്ടാണ്. ഈവൻ ശ്രേയ പാടിയപ്പോൾ തന്നെ ശ്രേയ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ബേസ് റേഞ്ചിൽ പുള്ളിക്കാരി വേറെ പാട്ട് പാടിയിട്ടില്ല. പക്ഷേ പുള്ളിക്കാരി ആ ബേസിൽ പാടിയിട്ടും നല്ല സ്ട്രെങ്ത് വോയിസിനുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ആ സ്ട്രെങ്ത് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഒരു സോങ് എടുക്കുമ്പോഴേ, ഇപ്പം അത് മോൾക്ക് താല്പര്യത്തിൽ എടുത്തതാണ്, ഇങ്ങനെ സ്ട്രിങ് ഇതുള്ള ഒരു ഏരിയ ആണ്, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ ആ ലോ രജിസ്റ്ററിൽ വരെ നമുക്ക് അതുപോലെ ആ ഇമോഷണലി സ്ട്രെങ്ത് വൈസും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ നന്നായിട്ടൊന്ന് ചിന്തിക്കണം. അപ്പോൾ ആ ഒരു സജഷനാണ് എനിക്ക് തോന്നിയത്. പാടിയതിനകത്ത് അത് ഇമോഷൻസ് ഡ്രോ ചെയ്യാനായിട്ടുള്ള ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ വരാനുണ്ട്. പക്ഷേ എങ്കിലും പരിശ്രമം കൊള്ളാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. ശ്രീരേഖ, വെൽ ഡൺ ശ്രീരേഖ. താങ്ക് യു മാം. നന്നായി പാടി. അൽഫോൻസ് ചേട്ടനാണ് ക്രിയേറ്റർ. സോ ക്രിയേറ്റർ സൂപ്പർ സോങ്. ഓക്കെ, ഭയങ്കര ഡിഫിക്കൾട്ടാണ് ഇത്രയും ലോ രജിസ്റ്റേഴ്സ് ക്ലിയർ ആയിട്ട് പാടാൻ. ഓക്കെ, ശ്രീരേഖ നല്ലൊരു എഫേർട്ടായിരുന്നു. ആൻഡ് പ്രത്യേകം ശ്രീരേഖയുടെ സപ്പോർട്ട് ഓർക്കസ്ട്ര members and also your chorus team. ഓക്കെ, നന്നായി പാടി ശ്രീരേഖ. കുറച്ചും കൂടി എക്സ്പ്രസീവ് ആവാമെന്ന് എനിക്ക് തോന്നി. ഒരു കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു, ലോ രജിസ്റ്റർ ആണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ശ്രീരേഖയുടെ ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വന്ന് നല്ല രസമായിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, വെരി നൈസ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നമുക്ക് മാർക്സിലേക്ക് കടക്കാം. ശരത് സർ, ഔട്ട് ഓഫ് 25 ശ്രീരേഖയുടെ ഈ പെർഫോമൻസിന് എത്ര മാർക്സ് ആണ് കൊടുക്കുന്നത്? ശ്രീരേഖ 21 മാർക്സ്. താങ്ക് യു സർ. 21 ഔട്ട് ഓഫ് 25. അൽഫോൻസ് ചേട്ടാ 20. താങ്ക് യു സർ. 20 on 25. മഹതി മാം 21. 21 on 25. ടോട്ടൽ 62 on 75. നല്ല മാർക്കാണ്. ഇനി അടുത്ത സ്റ്റേജസിലേക്കും ഇപ്പോൾ ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ ശ്രീരേഖ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ശ്രീരേഖയുടെ ഈ പെർഫോമൻസോട് കൂടെ നമ്മുടെ സ്ട്രിങ്സ് ക്വിന്ററ്റ് റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അതിനാൽ ഞാൻ ഒന്നും കൂടി നമ്മുടെ ഓർക്കസ്ട്ര മെമ്പേഴ്സിന് ഞാൻ ഒന്നും കൂടി നന്ദി പറഞ്ഞു കൊള്ളട്ടെ. ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് മിസ്റ്റർ ശ്രീനിവാസ് സർ ഓൺ ചല്ലു, ഫ്രാൻസിസ് ഹെറാൾ, അഗെയിൻ ഫ്രാൻസിസ് ഓൺ വയലിൻ, വിയോലയിൽ നമുക്ക് ജോസ്കുട്ടി, മിസ്റ്റർ ജോസഫ്. താങ്ക് യു വൺ ആൻഡ് ഓൾ വൺസ് അഗെയിൻ. ഇതോടുകൂടി നമ്മുടെ ജോസ്കോ സൂപ്പർ സ്റ്റാറിലെ സ്ട്രിങ്സ് ക്വിന്ററ്റ് റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്.